എക്കണോമിക്സും നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചുകൊണ്ട് പോകേണ്ട ടോപ്പിക്കുകളാണ് പറയുന്നത്. ഈ ടോപ്പിക്സ് പഠിച്ചാൽ തന്നെ നമുക്ക് 80 മാർക്ക് വാങ്ങിക്കാൻ പറ്റും. മൈക്രോ എക്കണോമിക്സിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇത് മാക്രോ എക്കണോമിക്സ് ആണ്. മാക്രോ എക്കണോമിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സ്, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിനൊരു ആമുഖം എന്നാണ്. ഈ ചാപ്റ്ററിൽ ആദ്യം പഠിക്കേണ്ടത് എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ് അല്ലെങ്കിൽ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ആവിർഭാവം. സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ആവിർഭാവത്തെക്കുറിച്ച് 4 മാർക്കിൽ ഒരു കുറിപ്പ് എഴുതാൻ ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത് പഠിച്ചിട്ടുണ്ടാകണം. എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സമ്പദ് വ്യവസ്ഥയുടെ വിവിധ മേഖലകൾ, സെക്ടേഴ്സ് ഓഫ് ദ എക്കണോമി, അതായത് മാക്രോ എക്കണോമിക്സ് വ്യൂവിൽ ഒരു സമ്പദ് വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട മേഖലകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. അതായത് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാടിൽ സമ്പദ് വ്യവസ്ഥയ്ക്ക് 4 മേഖലകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് 2 മാർക്കിനും 4 മാർക്കിനൊക്കെ ചോദിക്കും. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കണം. പിന്നെ വല്ലപ്പോഴും ചോദിക്കുന്നതാണ് ക്ലോസ്ഡ് എക്കണോമിയും ഓപ്പൺ എക്കണോമിയും, അതായത് അടഞ്ഞ സമ്പദ് വ്യവസ്ഥയും തുറന്ന സമ്പദ് വ്യവസ്ഥയും വല്ലപ്പോഴും ചോദിക്കാം. 2 മാർക്കിന് ചോദിക്കും. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ ഒന്ന് ജസ്റ്റ് നോക്കി പോവുക. അടുത്ത ചാപ്റ്റർ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്, ദേശീയ വരുമാനം കണക്കാക്കൽ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ 8 മാർക്കിന് എസ് എ ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഇവിടെ ആദ്യം തന്നെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അന്തിമ ഉൽപ്പന്നങ്ങൾ, ഫൈനൽ ഗുഡ്സ് 2 മാർക്കിന് ചോദിക്കും. അന്തരാള ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ഇടനില ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ മധ്യമ ഉൽപ്പന്നങ്ങൾ എന്നൊക്കെ പറയുന്ന ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് 2 മാർക്കിന് ചോദിക്കും. പിന്നെ ഉപഭോഗ വസ്തുക്കൾ, കൺസപ്ഷൻ ഗുഡ്സ് എന്താണെന്ന് 2 മാർക്കിന് ചോദിക്കും. അതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ചോദിക്കുന്നത്. പിന്നെ ക്യാപിറ്റൽ ഗുഡ്സ്, മൂലധന വസ്തുക്കളും ചോദിക്കാറുള്ളതാണ്, അത് നോക്കണം. പിന്നെ 4 മാർക്കിന് 2 മാർക്കിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ശേഖരങ്ങളും പ്രവാഹങ്ങളും, സ്റ്റോക്സ് ആൻഡ് ഫ്ലോസ്. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ചോദിക്കും. സ്റ്റോക്സ് ആൻഡ് ഫ്ലോസ്, ശേഖരങ്ങളും പ്രവാഹങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിക്കാറുണ്ട്. പിന്നെ വരുമാനത്തിൻ്റെ ചാക്രിക പ്രവാഹം, സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം 3 മാർക്കിന് ചോദിക്കും. ഈ ചിത്രം നമ്മളോട് വരയ്ക്കാൻ ചോദിക്കും. ചിലപ്പോൾ ഈ ചിത്രത്തിലെ ചില ഭാഗങ്ങൾ തരും, എന്നിട്ട് ബാക്കിയുള്ളത് അടയാളപ്പെടുത്താൻ ചോദിക്കും. അല്ലെങ്കിൽ ഇത് മൊത്തമായിട്ട് വരയ്ക്കാൻ ചോദിക്കും. വരുമാനത്തിൻ്റെ ചാക്രിക പ്രവാഹം ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്, ഉറപ്പായിട്ട് നോക്കിയിട്ട് പോകണം. പിന്നെ 8 മാർക്കിൻ്റെ ഞാൻ പറഞ്ഞ ഭാഗമാണ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ് മെഷർമെൻറ്റ് ചെയ്യാനുള്ള ഇത്. അതായത് ദേശീയ വരുമാനം എങ്ങനെയാണ് അളക്കുന്നത് എന്നുള്ള 3 രീതികളുണ്ട്. ആ 3 രീതികളെക്കുറിച്ച് 8 മാർക്കിന് ചോദിക്കും. ചിലപ്പോൾ ഏതെങ്കിലും ഒരു രീതിയെക്കുറിച്ചൊക്കെ പ്രത്യേകം എടുത്ത് ചോദിക്കും. അല്ലെങ്കിൽ 3ഉം 8 മാർക്കിന് ചോദിക്കും. മെഷർമെൻറ്റ് ഓഫ് നാഷണൽ ഇൻകം, ദേശീയ വരുമാനം അളക്കാനുള്ള രീതികൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട് 8 മാർക്കിന്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിട്ട് പോകണം. പിന്നെ നോക്കേണ്ടത് എന്താണ് GDP എന്നൊരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം എന്താണെന്ന് ചോദിക്കാറുണ്ട് 2 മാർക്കിനൊക്കെ. അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി പോകണം. പിന്നെ നോമിനൽ GDP ആൻഡ് റിയൽ GDP, നാമമാത്ര GDPയും യഥാർത്ഥ GDPയും തമ്മിലുള്ള വ്യത്യാസം 4 മാർക്കിനും 5 മാർക്കിനൊക്കെ ചോദിച്ച് കാണാറുള്ളതാണ്. അത് നോക്കിയിട്ട് പോകണം. നോമിനൽ GDP ആൻഡ് റിയൽ GDP, നാമമാത്ര GDPയും യഥാർത്ഥ GDPയും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ 2 മാർക്കിന് വേറൊരു ക്വസ്റ്റ്യനാണ് GDP ഡിഫ്ലേറ്റർ അല്ലെങ്കിൽ GDP ചുരുക്കൽ എന്താണെന്നൊക്കെ 2 മാർക്കിന് ചോദിക്കും. അത് കാണാനുള്ള ഒരു ഇക്വേഷനൊക്കെ ഉണ്ട് അല്ലേ. നാമമാത്ര GDP ഡിഫ്ലേച്ചർ സമം നാമമാത്ര GDP ഡിവൈഡഡ് ബൈ റിയൽ GDP എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ ഉണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി പോകണം. പിന്നെ 5 മാർക്കിന് ഒരു ഭാഗമാണ് GDP ആൻഡ് വെൽഫെയർ എന്ന് പറയുന്ന ഭാഗം. GDPയും ക്ഷേമവും, അതായത് GDPയെ വെൽഫെയറിൻ്റെ ഒരു സൂചകമായിട്ട് കണക്കാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ GDP ക്ഷേമത്തിൻ്റെ ഒരു സൂചകമായിട്ട് കണക്കാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട് GDPയും ക്ഷേമവും എന്ന് പറയുന്ന ഭാഗത്തുനിന്ന്. ആ ഭാഗം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിട്ട് പോകണം. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിലോട്ട് പോകാം. അതാണ് മണി ആൻഡ് ബാങ്കിങ്, പണവും ബാങ്കിങ്ങും. ഇതും 8 മാർക്കിന് എസ് എ ക്വസ്റ്റ്യൻ വരുന്നൊരു ചാപ്റ്റർ തന്നെയാണ്. ഇവിടെ ആദ്യം പഠിക്കേണ്ടത് ഡിഫിക്കൽട്ടീസ് ഓഫ് ബാർട്ടർ സിസ്റ്റം അല്ലെങ്കിൽ ബാർട്ടർ സമ്പ്രദായത്തിൻ്റെ പരിമിതികൾ, പോരായ്മകൾ എന്തൊക്കെയാണെന്ന് 4 മാർക്കിന് വല്ലപ്പോഴും ചോദിക്കാറുള്ളതാണ്. ബാർട്ടർ സമ്പ്രദായത്തിൻ്റെ പരിമിതികൾ എന്തൊക്കെയാണെന്നുള്ളത് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നോക്കിയിട്ട് പോവുക. പിന്നെ പണത്തിൻ്റെ ധർമ്മങ്ങൾ, ഫങ്ഷൻസ് ഓഫ് മണി, 4 മാർക്കിനും 5 മാർക്കിനൊക്കെ വരുന്നതാണ്. പണത്തിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്, ഫങ്ഷൻസ് ഓഫ് മണി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇവിടെ സെൻട്രൽ ബാങ്കിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് എന്താണ് RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതിൻ്റെ ധർമ്മങ്ങൾ അല്ലെങ്കിൽ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് 8 മാർക്കിന് ചോദിക്കും. അതാണ് ഞാൻ പറഞ്ഞ ഒരു എസ് ഈ ചാപ്റ്ററിന് 2 എസ് ഒക്കെ വരാറുണ്ട്. സെൻട്രൽ ബാങ്കിൻ്റെ ധർമ്മങ്ങൾ അല്ലെങ്കിൽ ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക് 8 മാർക്കിന് എസ് ക്വസ്റ്റ്യൻ ആയിട്ട് വരും. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങൾ, കൊമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ ഫംഗ്ഷനെ കുറിച്ച് ചോദിക്കാറുണ്ട്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. അത് 8 മാർക്കിന് വരാറില്ല, അത് 5 മാർക്കിനൊക്കെയാണ് വരാറ്. പിന്നെ 8 മാർക്കിൻ്റെ ഞാൻ പറയാം. പിന്നെ നമ്മളോട് ചോദിക്കുന്നതാണ് കരുതൽ ധനാനുപാതം അല്ലെങ്കിൽ കാഷ് റിസർവ് റേഷ്യോ CRR എന്താണെന്ന് ചോദിക്കും. അതേപോലെ തന്നെ നിയമാനുസൃത അനുപാതം SLR എന്തൊക്കെയാണെന്ന് ചോദിക്കും. SLR സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ഒക്കെ ചോദിക്കും. SLR നിയമാനുസൃത അനുപാതം നമുക്ക് 2 മാർക്കിന് ചോദിക്കാം. പിന്നെ മണി മൾട്ടിപ്ലിയർ,
അതായത് പണഗുണകമൊക്കെ 2 മാർക്കിന് ചിലപ്പോൾ ചോദിച്ചേക്കാം. ആ ഭാഗമൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിപ്പോയാൽ മതി. പിന്നെ 8 മാർക്കിൻ്റെ വേറൊരു ഭാഗമാണ് പോളിസി ടൂൾസ് ടു കൺട്രോൾ മണി സപ്ലൈ. അതായത് പണപ്രധാന നിയന്ത്രിക്കാനുള്ള നയ ഉപകരണങ്ങൾ എന്തൊക്കെയാണ്, RBIയുടെ പണപ്രധാന നിയന്ത്രിക്കാനുള്ള നയ ഉപകരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട് 8 മാർക്കിന്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പോളിസി ടൂൾസ് ടു കൺട്രോൾ മണി സപ്ലൈ അത് ഇമ്പോർട്ടൻ്റ് ആണ്, 8 മാർക്കിന് ചോദിക്കും. പിന്നെ നമ്മളുടെ ഈ പറയുന്ന പണത്തിൻ്റെ ചോദനവും പ്രധാനവും എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് മണി അത് ഇമ്പോർട്ടൻ്റ് ആണ്, നല്ലപോലെ നോക്കണം. അവിടെ തന്നെ ട്രാൻസാക്ഷൻ മോട്ടീവ് കൈമാറ്റ പ്രേരകത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ഊഹ കച്ചവട പ്രേരകത്തെ പറയുന്നുണ്ട്, സ്പെക്കുലേറ്റീവ് മോട്ടീവ് അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി പോകണം. പിന്നെ ലിക്വിഡിറ്റി ട്രാപ്പ് അല്ലെങ്കിൽ ദ്രവത്വ ഗണി എന്ന് പറയുന്ന ഈ ഭാഗത്തുനിന്ന് ഒരു 2 മാർക്കിനോ 5 മാർക്കിനോ ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരും. എന്താണ് ലിക്വിഡിറ്റി ട്രാപ്പ്, അതിൻ്റെ ചിത്രം വരയ്ക്കാനും ചോദിക്കാം 5 മാർക്കിനൊക്കെ. അത് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിയിട്ട് തന്നെ പോകണം. പിന്നെ അടുത്ത ചാപ്റ്റർ വരുമാനവും തൊഴിലും നിർണ്ണയിക്കൽ, ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇവിടെ ആദ്യം നോക്കേണ്ടത് എക്സ് ആൻഡ് എക്സ് പോസ്റ്റ് തമ്മിലുള്ള വ്യത്യാസം, അതായത് ആസൂത്രിതവും യഥാർത്ഥവും തമ്മിലുള്ള വ്യത്യാസം. എക്സ് ആൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം 2 മാർക്കിനോ 4 മാർക്കിനോ ചോദിക്കും, നോക്കിയിട്ട് പോകണം. പിന്നെ ഉപഭോഗധർമ്മം കൺസപ്ഷൻ ഫംഗ്ഷനെ കുറിച്ച് ചോദിക്കും. എന്താണ് ഉപഭോഗധർമ്മം, കൺസപ്ഷൻ ഫംഗ്ഷനെ കുറിച്ചൊരു ചോദ്യം ഉണ്ടാവും. പിന്നെ എന്താണ് സീമാന്ത ഉപഭോഗ പ്രവണത MBC മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്താണെന്ന് ചോദിക്കും, MBC. അതേപോലെ തന്നെ MBCയുടെ ഇക്വേഷൻ പറയുന്നുണ്ട് അല്ലേ, ΔC ഡിവൈഡഡ് ബൈ ΔY. അപ്പോൾ എന്താണ് MBC, സീമാന്ത ഉപഭോഗ പ്രവണത എന്താണ്, പിന്നെ അതിൻ്റെ ഇക്വേഷനും നോക്കിയിട്ട് പോകണം. അതേപോലെ തന്നെ MBSനെ കുറിച്ച് പറയുന്നുണ്ട്, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ്, സീമാന്ത സമ്പാദ്യ പ്രവണത അതും എന്താണെന്ന് നോക്കണം, അതിൻ്റെ ഇക്വേഷൻ നോക്കണം. പിന്നെ നോക്കേണ്ടത് എന്താണ്, ഒരു ദ്വിമേഖല സമ്പദ് വ്യവസ്ഥയിലെ സന്തുലിത വരുമാനവും ഉൽപ്പന്നവും നിർണ്ണയിക്കൽ എന്ന് പറയുന്ന ഭാഗമുണ്ട്. ഡിറ്റർമിനേഷൻ ഓഫ് ഇക്വിലിബ്രിയം ഇൻകം ആൻഡ് ഔട്ട്പുട്ട് ഇൻ എ 2 സെക്ടർ എക്കണോമി അതിൻ്റെ ഗ്രാഫിക്കൽ റിപ്രസെൻറ്റേഷൻ നിങ്ങളൊന്ന് നോക്കിയിട്ട് പോവുക. ഗ്രാഫിക്കൽ റിപ്രസെൻറ്റേഷൻ ഇടയ്ക്കൊക്കെ ചോദിച്ച് കാണാറുള്ളതാണ്, അതൊന്ന് നോക്കി പോകണം. പിന്നെ നോക്കേണ്ടത് നിക്ഷേപ ഗുണകം ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ അതൊക്കെ 2 മാർക്കിന് വല്ലപ്പോഴും ചോദിച്ച് കാണും, അതൊക്കെ നോക്കണം. പിന്നെ 3 മാർക്കിൻ്റെ ഒരു ഭാഗമാണ് പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ്, സമ്പാദ്യത്തിൻ്റെ വിരോധാഭാസം എന്താണെന്ന് ചോദിക്കാറുണ്ട് 3 മാർക്കിനൊക്കെ, അത് നോക്കിയിട്ട് പോകണം. ഇനി അടുത്ത ചാപ്റ്റർ നോക്കാം, ഗവൺമെൻറ് ബജറ്റ് ആൻഡ് ദി എക്കണോമി എന്ന് പറയുന്ന ചാപ്റ്ററാണ്, ഗവൺമെൻറ് ബജറ്റും സമ്പദ് വ്യവസ്ഥയും. ഇവിടെ 2 മാർക്കിന് ആദ്യം ചോദിക്കും എന്താണ് ഗവൺമെൻറ് ബജറ്റ് എന്നുള്ളത്. ഓക്കെ, ഗവൺമെൻറ് ബജറ്റ് എന്താണെന്ന് ചോദിക്കും. പിന്നെ 3 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഗവൺമെൻറ് ബജറ്റ്, ഗവൺമെൻറ് ബജറ്റിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. പിന്നെ വരുമാനങ്ങളുടെ വർഗീകരണം ക്ലാസിഫിക്കേഷൻ ഓഫ് റെസിപ്റ്റ്സിൽ റവന്യൂ റെസിപ്റ്റ്സ് റവന്യൂ വരുമാനങ്ങൾ നോക്കണം. അതുപോലെ തന്നെ എന്താണ് മൂലധന വരുമാനങ്ങളും ക്യാപിറ്റൽ റെസിപ്റ്റ്സും അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം, റവന്യൂ വരുമാനവും മൂലധന വരുമാനവും തമ്മിലുള്ള വ്യത്യാസം ചോദിക്കും. പിന്നെ ഇവിടെ ക്ലാസിഫിക്കേഷൻ ഓഫ് എക്സ്പെൻഡിച്ചർ ചെലവുകളുടെ വർഗീകരണം, അവിടെ റവന്യൂ ചെലവുകൾ റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സും മൂലധന ചെലവും റവന്യൂ ചെലവും മൂലധന ചെലവും തമ്മിലുള്ള വ്യത്യാസം നോക്കണം. പിന്നെ ഗവൺമെൻറ് കമ്മിയുടെ അളവുകൾ മെഷർമെൻറ്റ്സ് ഓഫ് ഗവൺമെൻറ് ഡെഫിസിറ്റ്സ് അത് വല്ലപ്പോഴും അവിടെ നിന്ന് ഒരു 3 മാർക്കിന് ക്വസ്റ്റ്യൻ വരും, അത് ജസ്റ്റ് ഒന്ന് നോക്കി പോവുക. പിന്നെ ധനനയത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ഫിസ്ക്കൽ പോളിസി ധനനയം ഫിസ്ക്കൽ പോളിസി അതൊക്കെ 2 മാർക്കിന് 3 മാർക്കിനൊക്കെ ചോദിക്കും എന്താണെന്നുള്ളത്, അതൊക്കെ നോക്കി പോവുക. പിന്നെ നോക്കേണ്ടത് കമ്മി കുറക്കൽ ഡെഫിസിറ്റ് റിഡക്ഷൻ, ഈ കമ്മി കുറക്കാനുള്ള ധനക്കമ്മി കുറക്കാനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ച് കാണാറുള്ളതാണ്, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി പോവുക. ഇനി അടുത്ത ചാപ്റ്റർ നോക്കാം, ലാസ്റ്റ് ചാപ്റ്ററാണ് തുറന്ന സമ്പദ് വ്യവസ്ഥ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം, ഓപ്പൺ എക്കണോമി മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇവിടെ ആദ്യം പഠിക്കേണ്ടത് ഒരു സമ്പദ് വ്യവസ്ഥ മറ്റ് സമ്പദ് വ്യവസ്ഥയുമായിട്ട് സാമ്പത്തിക ബന്ധം സൃഷ്ടിക്കുന്നതിനുള്ള 3 മാർഗ്ഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഉൽപ്പന്ന വിപണി ബന്ധങ്ങൾ, ധനകാര്യ വിപണി ബന്ധങ്ങൾ, തൊഴിൽ വിപണി ബന്ധങ്ങൾ, അതായത് ഔട്ട്പുട്ട് മാർക്കറ്റ്, ഫിനാൻഷ്യൽ മാർക്കറ്റ്, ലേബർ മാർക്കറ്റ്, ആ 3 രീതികളും പഠിക്കണം. അതായത് ഒരു എക്കണോമി എങ്ങനെയാണ് വേറൊരു സമ്പദ് വ്യവസ്ഥയുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്, ആ 3 രീതികളും നോക്കണം. പിന്നെ അതേപോലെ തന്നെ അടവ് ശിഷ്ടം ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് BOP, അതേപോലെ തന്നെ വ്യാപാര ശിഷ്ടം ബാലൻസ് ഓഫ് ട്രേഡ് BOT, രണ്ടും തമ്മിലുള്ള വ്യത്യാസം 2 മാർക്കിനും 4 മാർക്കിനും ചോദിക്കും, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു പോകണം. പിന്നെ ഒരു 5 മാർക്കിന് ക്വസ്റ്റ്യനാണ് വിനിമയ നിരക്ക് നിർണ്ണയിക്കൽ ഡിറ്റർമിനേഷൻ ഓഫ് എക്സ്ചേഞ്ച് റേറ്റ്, അത് തന്നെ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റിനെ കുറിച്ചാണ് ചോദിക്കാറുള്ളത്. അയവുള്ള വിനിമയ നിരക്ക് സമ്പ്രദായത്തിൽ എങ്ങനെയാണ് വിനിമയ നിരക്ക് നിർണ്ണയിക്കുന്നതെന്ന് 5 മാർക്കിന് ചോദിക്കും.
പിന്നെ ഇത് സ്ഥിര വിനിമയ നിരക്ക്, ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ്, അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് പോയാൽ മതി. പിന്നെ കറൻസിയുടെ മൂല്യം കുറയ്ക്കലും മൂല്യം വർദ്ധിപ്പിക്കലും, ഡീവാലുവേഷൻ ആൻഡ് റീവാലുവേഷൻ, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒരു തവണ ചോദിച്ചിട്ടുള്ളതാണ്. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി പോവുക. അപ്പോൾ ഇത്രയും പറഞ്ഞ ടോപ്പിക്കുകൾ നോക്കിയാൽ തന്നെ പിന്നെ മൈക്രോ എക്കണോമിക്സിൽ നേരത്തെ ഇട്ട ടോപ്പിക്കുകൾ നോക്കിയാൽ നമുക്ക് 80 എന്തായാലും വാങ്ങാം. അപ്പോൾ ആ കോൺസെപ്റ്റ്സ് ഞാൻ പറഞ്ഞ ടോപ്പിക്കുകൾ നിങ്ങൾ നല്ലപോലെ പഠിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതും നമുക്ക് പറ്റും. അപ്പോൾ ആ ടോപ്പിക്ക് നല്ലപോലെ പഠിക്കുക. പിന്നെ പരീക്ഷ പഠിച്ച് ഒരിക്കലും ജയിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം.